ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HSA ഇംഗ്ലീഷ് എക്സാം ഓഗസ്റ്റ് മാസം 2025 വർഷം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നമ്മളോട് പല കാര്യങ്ങളും ഈ ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ തയ്യാറെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചോദിച്ചത് ആ സിലബസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്തു തരുമോ, ഇല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണ്, ഫോക്കൽ ഏരിയ എങ്ങനെ വെച്ച് പഠിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇത് ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് HSA ഇംഗ്ലീഷിൻ്റെ 1 മുതൽ 4 വരെ ഇംഗ്ലീഷ് സെക്ഷനിൽ വരുന്ന സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ തന്നെ വരുന്ന മൊഡ്യൂൾ 5 മുതലുള്ള ഭാഗങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സോ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന സെക്ഷനിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് ആണ്, ഒരു 12ഓളം സെക്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോണോളജി ഉണ്ട്, മോർഫോളജി ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, സെമാൻറ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് സ്റ്റഡീസ് ആണ്, സയൻറ്റിഫിക് സ്റ്റഡീസ് ആണെന്നുള്ള ആലോചിക്കുക. സെമാൻറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് മീനിങ്സ് ആണ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഫോണോളജി ഉണ്ട്, അതിൽ തന്നെ സ്പീച്ച് സൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിംഗ്വിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട സ്ട്രീംസ് ഓഫ് സ്റ്റഡീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല കുട്ടികളും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനേഷൻ മാത്രം പഠിച്ചിട്ട് പോകും. പക്ഷെ ഇതിൻ്റെ ഉള്ളോട്ട് കുറച്ച് ഇറങ്ങി നിങ്ങൾ പഠിക്കാൻ പ്രധാനമായിട്ടും കുറച്ചധികം ടഫാണില്ല, ഇതിൻ്റെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ യഥാർത്ഥ ജോലിയുമായി ബന്ധപ്പെട്ട ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ എക്സാം അല്ല, എന്താണ് ഒരു HSA പോലുള്ളൊരു നിങ്ങളൊരു ജോബ് പ്രൊഫൈലിലേക്ക് കയറുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് PSC കുറച്ചധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇൻ ഡെപ്ത് എന്ന രീതിയിൽ ഈ സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോണോളജി എന്താണ്, അതിൽ തന്നെ ഓരോ ഫോണീംസ്, അങ്ങനെയുള്ള ഓരോ സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്നതിലുപരി അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പിന്നീട് വരുന്നതാണ് ലാങ് ആൻഡ് പരോൾ. എല്ലാ പരീക്ഷ, അതിപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ പരീക്ഷയിലാണ്, MA BA എല്ലാ എക്സാമിൻ്റെ ആണെങ്കിൽ പോലും അതിൽ മാത്രമല്ല ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ലാങ്, പാരോൾ, ദെൻ പിഡ്ജിൻ, ക്രിയോൾ പോലുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് പഠിച്ചിട്ട് പോകണം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ലെങ്കിലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് എക്സാമ്പിൾസ് ചിലപ്പോൾ മേ ബി ആ രീതിയിലായിരിക്കും ചോദിക്കുക. ഒരു ചൈനീസ് ഭാഷയായിട്ടൊരു ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഷ നമ്മൾ ഈ പറഞ്ഞ ലാങ് ആൻഡ് പാരോൾ എന്നതിലുപരി ഈ പിഡ്ജിൻ ആൻഡ് ക്രിയോൾ എന്ന് പറയുന്ന സെക്ഷനിൽ എന്ന് പറയുന്ന സെക്ഷനിലാണ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ഒന്ന് ലാങ് എന്ന് പറയുന്നതും പിന്നെ പാരോൾ എന്ന് പറയുന്നത് ഒന്ന് ദ റൂൾ ഓഫ് ലാംഗ്വേജ് എന്ന രീതി, അതിൻ്റെ റൂൾസ്, അതായത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ റൂൾസിനെ പ്രതിപാദിക്കുന്നു. അറ്റ് ദ സെയിം ടൈം മറ്റ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇല്ലെങ്കിൽ ആ റൂൾസ് ഓഫ് ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെ നമ്മളത് പ്രാക്ടിക്കലി അത് കൺവേർട്ട് ചെയ്ത് പ്രയോഗിക്കുന്നു. അപ്പോൾ റൂൾസ് ആയിട്ട് ഒരു സെക്ഷനും മറ്റൊന്ന് അതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ. അപ്പോൾ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള വേർതിരിവ് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ ആസ്പെക്റ്റ് ആയിട്ടുള്ള ലാങ്ങും പാരോളും പിന്നെ ഈ സിലബസിൽ തന്നിട്ടില്ല പിഡ്ജിൻ ആൻഡ് ക്രിയോളും കൂടി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മേ ബി അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പോകണമെങ്കിൽ പോലും കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഓഫ് സ്പീച്ച് നമുക്കറിയാം, ഒരു ഡയഗ്രാം പോലെ നമ്മളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ലേബിയം, പറഞ്ഞ ടീത്ത് റിഡ്ജ്, ഊല, അങ്ങനെ കുറേ സെക്ഷൻസൊക്കെ നമ്മൾ ഡയഗ്രാം വരച്ച് തന്നെ പണ്ട് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം പഠിച്ച് തന്നെ ഇല്ലെങ്കിൽ വരച്ച് തന്നെ പഠിക്കുകയാണെങ്കിൽ അത് മറന്നു പോകാൻ ഇടവരില്ല. അപ്പോൾ ആ കാര്യം ആലോചിക്കുക. പിന്നെ ചോദിക്കുക പരീക്ഷയ്ക്ക് സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ. ഈ ഒരു ചോദ്യം
അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൊളീജിയേറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിൽ പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണെന്ന്. അതിൽ സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻറ്റോണേഷൻ, ഇപ്പോൾ ഏത് റൈസിങ് ഇൻറ്റോണേഷൻ ആണോ ഫോളിങ് ഇൻറ്റോണേഷൻ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലടക്കം ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ പറയപ്പെടുന്ന സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇൻറ്റോണേഷൻ ഏതാണെന്ന്, റിതം അറ്റ്ലീസ്റ്റ് അത്രത്തോളം പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും ഇൻറ്റോണേഷൻ ആസ് വെൽ ആസ് സ്ട്രെസ്സ് നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്ത് വേണം പോകാൻ. മറ്റൊരു പ്രധാനപ്പെട്ടത് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് തന്നിട്ട്, ഇപ്പോൾ ജർമ്മൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് തന്നിട്ട് അത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ഈ ഒരു ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യം നിർബന്ധമായിട്ടുണ്ടാകും. എല്ലാ പ്രാവശ്യങ്ങളിലും ചോദിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അതും കൃത്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ചാർട്ട് നമുക്ക് പണ്ട് കോളേജിലൊക്കെ പഠിച്ചതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ട്യൂട്ടോണിക് ഫാമിലി അങ്ങനെയുള്ള പല ഇതുണ്ട്, സെൻറ്റം, ആ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോന്നും ബ്രാഞ്ചിൻ്റെ കീഴിൽ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് വന്നതെന്നുള്ള അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് വേണം പോകാൻ. ഇതിൽ ചോദ്യം വരെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് നിങ്ങൾ മുന്നോട്ട് തന്നിട്ട് ആ ലാംഗ്വേജിന് ഈ പറഞ്ഞ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ ഏത് ഫാമിലിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദ്യം വരാം. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ലോൺ വേർഡ്സ്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച്, ഇന്ത്യൻ, അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള 2-3 വേർഡ്സൊക്കെ ഒന്ന് ഓരോന്നിൻ്റെ കീഴിൽ വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ ചില ഫീച്ചേഴ്സ് നോക്കാം. കാരണം ലാറ്റിൻ വേർഡ്സ് എൻഡ് ചെയ്യുന്നതും ചിലപ്പോൾ സ്കാൻഡിനേവിയൻ വേർഡ്സ് എൻഡ് ചെയ്യുന്ന വേർഡ്സ് മേ ബി എല്ലാത്തിലും ഒരു കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചല്ലെങ്കിൽ പോലും ആ കോമൺ ഫീച്ചർ അസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇംഗ്ലീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സെക്ഷനിൽ ഏറ്റവും ഇപ്പം നമ്മൾ ഈ ഒരു 5ാമത്തെ മൊഡ്യൂളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് പഠിക്കണം. അതിൽ പൊതുവേ ചെയ്യുന്ന ഡെഫിനിഷൻ മാത്രം പഠിച്ചു പോകുന്ന പ്രവണതയാണുള്ളത്. അത് മാറ്റി അതിൻ്റെ ഓരോ ബേസിക് യൂണിറ്റ്സ് എന്താണ്, ഫോണീംസ് എന്താണ്, മോർഫീംസ് എന്താണ്, പിന്നെ അങ്ങനെയുള്ള ഓരോ ബേസിക് യൂണിറ്റ്സ് എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പോകണം. പിന്നെ പ്രധാനപ്പെട്ടത് ലാങ്ങും പാരോൾ, ഇതെല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. ഏതാണ് റൂളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്, ഏതാണ് നമ്മൾ ലാംഗ്വേജ് ഡെയിലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഫീച്ചറായിട്ട് ഏതിൻ്റെ സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന രീതിയിൽ ചോദിക്കും. കോമ്പീറ്റൻസ്, കോമ്പീറ്റൻസും പെർഫോമൻസിനുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തി ആരൊക്കെയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. നോം ചോംസ്കിയെ പോലും, ഫെർഡിനാൻഡ് ഡി സോഷ്യൽ. ലിംഗ്വിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷൻ പഠിക്കുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത പേരുകളാണ് ഡി സോഷ്യർ പോലുള്ള പേരുകൾ. പിന്നെ നോം ചോംസ്കി, NOAM, നോം ചോംസ്കി പോലുള്ള പേരുകൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അവർ വെച്ചിട്ടുള്ള മുന്നോട്ട് വെച്ച ചില കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതുപോലുള്ള, അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഓർഗൻസ് ഓഫ് സ്പീച്ച് ശരിക്കും ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കുക. അതിൽ ഏതൊക്കെയാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച് വരിക, അതിൽ തന്നെ ആസ്പിറേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ വേർഡ്സ്, ഓരോ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ഓർഗൻസ് ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചതെങ്കിൽ ആ ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ആ ഒരു ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, സ്പീച്ച് സൗണ്ട്സിന് പ്രത്യേകതകൾ എന്തെങ്കിലും, ചിലപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, ആസ്പിറേറ്റഡ് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ സ്പീച്ച് സൗണ്ട്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ക്ലാസിഫിക്കേഷൻ സ്പീച്ച് സൗണ്ട്സിൽ വവൽ സൗണ്ട്സ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്, മോണോഫ്തോങ്സ് ഉണ്ട്, ഡിഫ്തോങ്സ് ഉണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ ഈ കോൺസണൻസിന് തന്നെ പ്ലോസീവ്സ് ഉണ്ട്, ഫ്രിക്കറ്റീവ്സ് ഉണ്ട്, നെയ്സൽ സൗണ്ട്സ് ഉണ്ട്. പ്, ബ്, ട്, ട്, ക്, ഗ പോലുള്ള പ്ലോസീവ്സും, മ്, ന്, ങ് പോലുള്ള നെയ്സൽ സൗണ്ട്സും, ഫ്രിക്കറ്റീവ് ഫ്, വ്, ത്, തേ പോലുള്ള ഫ്രിക്കറ്റീവ്സ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ സ്പീച്ച് സൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പഠിക്കാവുന്നതാണ്. ഏത്, ഈ ഒരു കാര്യം, ട്രാൻസ്ക്രിപ്ഷൻ. ചിലപ്പോൾ മേ ബി പരീക്ഷയ്ക്ക് ഇത് കോളേജിയറ്റ് എക്സാമിന് ചോദിച്ചതാണ്. അതായത് ഒരു വേർഡ് തരും. ഇപ്പോൾ എക്സാമ്പിൾ BAT, BAT, ഈ ബാറ്റ് എന്ന് പറഞ്ഞ വേർഡ് തന്നിട്ട് നിങ്ങളോട് പറയുന്നത് യു ഹാവ് ടു ഓർ യു ആർ സപ്പോസ് ടു ട്രാൻസ്ക്രൈബ് ദ ഫോളോയിങ് വേർഡ്സ് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോണറ്റിക്കൽ ഈ ഒരു സ്പീച്ച് സൗണ്ട്സിൻ്റെ സിമ്പിൾസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ബാറ്റിൻ്റെ ബ് സൗണ്ടും ദെൻ സൗണ്ട് സോ ബാറ്റ്, എയും ഇയും കൂടിയിട്ടുള്ളൊരു സൗണ്ട് സിമ്പലും ദെൻ ടു സൗണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ രണ്ടറ്റത്തും സ്ലാഷ് പോലുള്ള ഒരു സിമ്പലും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, വേർഡ്സിൻ്റെ ട്രാൻസ്ക്രൈബ് ചെയ്യാം. സോ ബാറ്റ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷനാണ്, നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നുള്ളതാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഈ ഒരു സെക്ഷനും പ്രധാനപ്പെട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞ സ്ട്രെസ്സ് മാർക്ക് ചെയ്യാൻ പഠിക്കണം, ഇൻറ്റോണേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇൻറ്റോണേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ
സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്, പക്ഷെ അത് പരീക്ഷയിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് മേ ബി WH ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് ഏതായിരിക്കും പൊതുവെ ഇൻറ്റോണേഷൻ വരിക, പെട്ടെന്ന് ഒരു കമാൻഡ്സ് പറയുന്ന സമയത്ത് ഏതാണ് ഇൻറ്റോണേഷൻ വരിക എന്ന രീതിയിലാണ്, അത് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ചോദ്യം വരിക. പിന്നെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ലോൺ വേർഡ്സ് അത്യാവശ്യം നോക്കുക, കോമൺ ഫീച്ചർ നോക്കിയിട്ട് വേർഡ് കണ്ടുപിടിക്കുക. ഇംഗ്ലീഷ് അത്ര വലിയ പ്രാധാന്യമുള്ള സെക്ഷൻ അല്ല ഇത് മൊത്തമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇത്രയും സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക്സും ഫോണാറ്റിക്സും ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ഏകദേശം നിങ്ങൾ കവർ ചെയ്ത് പ്രധാനപ്പെട്ട സെക്ഷൻസ് ഇത്രയും ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അനലൈസ് ചെയ്യണമെന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ തുടർന്നും കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സെറ്റിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളോടല്ല, നിങ്ങളോടൊരു സെറ്റ് ക്വാളിഫൈ ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള എക്സാമൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സെറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അക്കാഡമി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീ നിരക്കിൽ തന്നെയാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്ത മൊഡ്യൂൾ 6 നോക്കാം. പ്രധാനമായിട്ട് എന്താണ്, ഇംഗ്ലീഷ് യൂസേജ്, ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്താണ്, നമ്മളെല്ലാ PSC പോലുള്ള എക്സാമിലൊക്കെ പൊതുവെ കാണുന്ന ഇംഗ്ലീഷിന് ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ രീതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട സെൻറ്റൻസ് കറക്ഷൻ. സെൻറ്റൻസ് കറക്ഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റൻസിൽ ചിലപ്പോൾ തെറ്റ് വന്നിട്ട് ഗ്രാമർ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക. അതിൽ വരുന്നതാണ് ഇത്, ഇതിൽ തന്നിട്ടില്ലെങ്കിൽ പോലും സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്സ്, വേർബ് കോൺകോർഡ്സ്, CONCORDS. സോ ആലോചിക്കുക, സബ്ജക്റ്റ് വേർബ്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഇല്ലെങ്കിൽ പ്ലൂറൽ ആകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യാം, ചേർക്കാൻ പാടില്ല. ദേ പ്ലേ എന്ന് പറയും, അതേസമയം ഹി പ്ലേസ് എന്നാവും. അതായത് എങ്ങനെയാവും, ഹി വരുമ്പോൾ PLAYS പ്ലേസ് എന്നാവും. അതേസമയം ദേ ആയിരുന്നെങ്കിൽ എന്താവും, ഈ എസ് കട്ട് ചെയ്ത് കളയും. അതാണ് ഇത് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്സിൽ വരിക. സെൻറ്റൻസ് കറക്ഷനിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വേർബ് കോൺകോർഡിനെ ബേസ് ചെയ്തിട്ട് തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പിന്നെ വൊക്കാബുലറി എന്ന് പറയുന്നത് എളുപ്പമല്ല പഠിക്കാൻ, കാരണം ഇത്രയും കാലം നമ്മൾ പഠിച്ച വേർഡ്സൊക്കെ വെച്ചിട്ടായിരിക്കും ചോദ്യം വരിക. മേ ബി നിങ്ങൾ ഇത്രയും കാലം പരിചിതമല്ലാത്ത ചോദ്യവും വേണമെങ്കിൽ ഈ ഒരു സെക്ഷൻ പഠിക്കാം. അത് ഈ പറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് വൊക്കാബുലറി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, സമയമുള്ള സമയം വൊക്കാബുലറിക്ക് വേണ്ടി പഠിക്കാതിരിക്കുക. പക്ഷെ എന്ത് ചെയ്യുക, അത്യാവശ്യം അറിയുന്നതും കേൾക്കുന്നതായ വേർഡ്സ്, നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്ന വേർഡ്സ് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളത് സ്വായത്തമാക്കി എടുക്കുക. മറ്റൊരു ചോദ്യം സിനോണിംസ് ആണ്. സിനോണിംസും ആൻറ്റോണിംസും, അത് പര്യായ പദവും വിപരീത പദവും എന്ന് മലയാളത്തിൽ പറയുന്നതിനാണ്. സിനോണിംസ് എന്ന് പറയുന്നത് സെയിം മീനിങ് പര്യായ പദവും, ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്, അതായത് വിപരീത പദം. അപ്പോൾ അതും നിർബന്ധമായിട്ട് നോക്കാം. ശരിക്കും ഈ സിനോണിംസ് ആൻറ്റോണിംസ് നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇന്ന വേർഡിൻ്റെ സിനോണിംസ് കണ്ടുപിടിക്കണമെങ്കിൽ 4 ഓപ്ഷൻസ് ആണ് ബേസിക്കലി തരിക. ആ 4 ഓപ്ഷൻസിൽ നമുക്കറിയാം 3 ഓപ്ഷൻസ് എന്തായിരിക്കും, അതിന് ഒരേ സിമിലർ ഐഡിയ ആയിരിക്കും. അതിപ്പോൾ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ സെയിം മീനിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒറ്റയാനെയാണ് കണ്ടുപിടിക്കുക. ആ ഒറ്റയാനായിരിക്കും ഇത് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പം നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒരു ബേസിക് ലോജിക്ക് ഉപയോഗിച്ച് ആ ഓപ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായി പറ്റും. പിന്നെ ഇന്നൊരു ഫീച്ചർ ടോട്ടൽ മീനിങ് എന്നിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒറ്റ വേർഡ് ഐഡൻറ്റിഫൈ, ഗീവ് 1 വേർഡ്. ദെൻ കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ് ഉണ്ട്. ദെൻ ലാംഗ്വേജ് ഫങ്ഷൻസ് സച്ച് ആസ് എഗ്രീയിങ്, കംപ്ലൈനിങ്, എക്സെട്ര, അതിന് വേണ്ട ചില ഫ്രേസുകളുണ്ട്. ദെൻ അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ SVO ഇല്ലേ, സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. അതായത് ഒരു ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ ഏതാണ്, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ രീതിയിൽ നോക്കാം. ദെൻ ഇഡിയംസ്, ദെൻ പാസേജ് ഫോർ കോംപ്രിഹെൻസീവ് സെക്ഷനും തരും. അത്യാവശ്യം എളുപ്പമുള്ള ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഈ ഒരു മൊഡ്യൂൾ 6 കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സെക്ഷൻസ് നോക്കുക. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് അടുത്തത്. അതായത് ഇതിലെന്തെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 7ാമത്തെ മൊഡ്യൂളാണ് ആദ്യം കൊടുക്കേണ്ടത് പഠിക്കാൻ. കാരണം ബേസിക് ഗ്രാമർ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ 6th മൊഡ്യൂൾ ചോദിച്ച് സെൻറ്റൻസ് കറക്ഷൻ ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം ഈ ഒരു മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 7th മൊഡ്യൂളായിട്ടുള്ള ബേസിക് ഗ്രാമർ പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, 6th മൊഡ്യൂളായിട്ടുള്ള ഈ യൂസേജ്, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് എന്ന സെക്ഷൻ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആർട്ടിക്കിൾസ് എന്താണ്, പ്രപ്പോസിഷൻസ് എന്താണ്, ക്ലോസ് എന്താണ്,
ടെൻസ് ഏകദേശം 12ഓളം ടെൻസ് ഉണ്ട്. 3 പ്രധാനപ്പെട്ട കാറ്റഗറിയിലായിട്ട് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസിലായിട്ട് ഓരോന്നിനും 4 സബ് കാറ്റഗറി വെച്ച് മൊത്തം നമുക്ക് 12 ടെൻസ് ഉണ്ട്. ഏറ്റവും ബേസ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ടത് ടെൻസിൽ വെച്ച് തുടങ്ങാം. ദെൻ പാർട്സ് ഓഫ് സ്പീച്ച് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ തന്നെ വരുന്ന കൺജങ്ഷൻസ് ഉണ്ട്, പ്രപ്പോസിഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഓരോ സെക്ഷനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഫ്രേസൽ വേർബ് എന്താണ്, മേ ബി ചോദ്യം വരാം, കൺജങ്ഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച് പിന്നെന്താ ഈ പറയപ്പെടുന്ന ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. അതിൽ തന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, തന്നിട്ടില്ല. പക്ഷെ എന്താ മേ ബി ഈ റിപ്പോർട്ടഡ് സ്പീച്ചിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു സെക്ഷൻ തന്നെയാണ്. പിന്നെ വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ് മേ ബി നിർബന്ധമാണ് പരീക്ഷയിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ ടാഗിനൊക്കെ ഒരു ബേസിക് റൂളുണ്ട്. സെൻറ്റൻസ് തന്നിരിക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയിട്ട് അതിൽ വന്നിരിക്കുന്ന ഓക്സിലറി വേർബ് പ്ലസ് ഈ പറഞ്ഞ നെഗറ്റീവിലെ പോസിറ്റീവ് നോക്കി വേണം അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. അല്ലാതെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, അത് നിങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും സെക്ഷൻ ഈ പറയപ്പെടുന്ന 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ബേസ്ഡ് ആണ്. ഇതും കുറച്ചധികം പഠിക്കുക. പക്ഷേ ഈ പറഞ്ഞ ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടി എന്തായാലും ബേസിക് ഗ്രാമർ അറിയാതെ ഇത്രയും സെക്ഷനോളം നിങ്ങൾ താല്പര്യമില്ലാതെ ഈ ഒരു സ്ട്രീം എടുക്കില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചറിയുന്ന കുട്ടികളാണ്. ഇതിനു വേണ്ടി കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ല. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ബേസിക് നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ എന്താ പറയുക, ലാസ്റ്റ് നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള 8th മൊഡ്യൂളായിട്ട് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു BEdൻ്റെ ഒക്കെ ടൈമിൽ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ ഈ ബിഹേവിയറിസ്റ്റ് സ്കൂള്, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം ഇതൊക്കെ നമുക്ക് സെറ്റിനായാലും ജനറൽ പേപ്പറിൻ്റെ സെക്ഷനിലൊക്കെ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ICT, യൂസ് ഓഫ് AV aids ആൻഡ് ICT, ടീച്ചിങ് ഓഫ് പ്രോസ്, പോയട്രി, ഗ്രാമർ, ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ, ലേണർ ടൈപ്സ്, NCF, KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതെന്താ ഒരു ജസ്റ്റ് ഒരു ടീച്ചിങ് എങ്ങനെ ഹൗ ടു, അതായത് നിങ്ങൾ എന്തെങ്കിലും ഈ HSC ഒക്കെ പോലും കോഴ്സുകൾ പഠിച്ച് ഇല്ലെങ്കിൽ എന്ത് ഈ പറഞ്ഞ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, യു ആർ ബിക്കമിങ് എ ടീച്ചർ. സോ ആ പ്രൊഫഷൻ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് മേ ബി വരുന്നത്, എടുക്കേണ്ടത്. പക്ഷെ എന്താ ഇവിടെ ഒരു എക്സാം ബേസ്ഡ് ആയതുകൊണ്ട് തിയറി എന്ന രീതിയിലേക്ക് ഈ ഓരോ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ കുറച്ച് ICO, ഇൻഫർമേഷൻ ടെക്നോളജി എപ്രകാരമാണ് ടീച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് സ്റ്റേറ്റ്സും ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും എടുത്തിട്ടുണ്ടോ, അതിൻ്റെ പ്രധാനപ്പെട്ട പുതിയ ഏതെങ്കിലും ഇനീഷ്യേറ്റീവ്സും സ്കീംസും ഉണ്ടോ IT ഫീൽഡിലും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷനിൽ നിർബന്ധമായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ 8ഓളം മൊഡ്യൂൾസ് നിങ്ങൾക്ക് എവിടെ മാത്രമുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സെക്ഷനിലുണ്ട്. പിന്നെ വരുന്ന Aയും Bയും ഉണ്ട്. Aയും Bയിൽ എനിക്ക് തോന്നുന്നു GK ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കണം. അപ്പോൾ പ്ലസ് ഈ പറഞ്ഞ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. എനിക്ക് തോന്നുന്നു ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് സെക്ഷൻ. അപ്പോൾ ഇംഗ്ലീഷ് സെക്ഷനിലാണ് ഏറ്റവും ഭൂരിഭാഗം, എനിക്ക് തോന്നുന്നു 80ഓളം മാർക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു 80 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു 40 മാർക്ക്, പകുതിയോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിലും മറ്റേത് ബേസിക് ആയിട്ടുള്ള കുറച്ച് GK കറണ്ട് അഫയേഴ്സും കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള അങ്ങനെ ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പിന്നെ വേറൊരു സൈക്കോളജി പോലുള്ള BEdൻ്റെ ഒരു സെക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഏകദേശം നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഈ പറഞ്ഞ ഒരു 10-20 മാർക്കോളം കയറാൻ പറ്റുവാണെങ്കിൽ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഏകദേശം നല്ല നിങ്ങൾ ഏകദേശം കുറച്ചധികം സേഫ് തന്നെയാണെന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം ഇംഗ്ലീഷ് സെക്ഷൻ തറോ ആയിരിക്കണം. അത്യാവശ്യം പ്രധാനപ്പെട്ട നമ്മൾ ഓരോ സിലബസ് പാർട്ട് 1 പാർട്ട് 2 കൃത്യമായിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ സെക്ഷനോടുകൂടി സിലബസ് HSC ഇംഗ്ലീഷിൻ്റെ സിലബസ് അവലോകനം തീർന്നിരിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, സെറ്റ് എക്സാമിനായാലും മറ്റിതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് കോച്ചിങ് എന്ന രീതിയിൽ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും MCQ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അക്കാഡമിയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷർ അക്കാഡമി. താങ്ക് യു.